ഹലോ ഗായ്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ല ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫോളോവറിന്റെ സാക്ഷ്യമാണുള്ളത്. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുള്ള അനുഭവമാണുള്ളത്. ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യാറുണ്ട്, നമുക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുവാണ്, എൻ്റെ പേര് അനന്ത് മേരി. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, അതുപോലെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് അനുഭവം കിട്ടാറുണ്ട്. അത് എൻ്റെ കഴിവൊന്നും അല്ല കേട്ടോ, വചനത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു ഫോളോവറിന്റെ സാക്ഷ്യമാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സാക്ഷ്യങ്ങൾ വരാറുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മിറക്കിൾ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ മെയിൽ അയച്ചാൽ മതി. ഞാൻ മെയിൽ ഐ ഡി എന്നാലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ വാട്സ്ആപ്പ് നമ്പറും കൊടുത്തേക്കാം. പക്ഷേ വാട്സ്ആപ്പ് റിപ്ലൈ കിട്ടാൻ കുറച്ച് ഡിലേ ഉണ്ടായിരിക്കും, കാരണം ഒത്തിരി പേരുടെ പെൻഡിങ് ആയിട്ടുള്ള മെസ്സേജ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോളോവറിന്റെ സാക്ഷ്യം കേട്ട് നോക്കാം. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുള്ള അനുഭവം നമുക്ക് കേട്ട് നോക്കാം. ഹായ് ചേച്ചി, ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് അയർലൻഡിലേക്ക് വരാനുള്ള ഒരു പ്രോസസ്സിംഗ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5 ഇയർ ആയിട്ട്. റിക്രൂട്ട്മെന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത സമയത്തായിരുന്നു ഞാൻ OET പാസ്സായത്. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് എനിക്കൊരു ഇന്റർവ്യൂ റെഡിയായി വന്നത്. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാൻ ചേച്ചിയോട് പ്രയർ റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ചേച്ചി എനിക്ക് വചനം തന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. അത് കഴിഞ്ഞിട്ട് വളരെ സ്പീഡിൽ തന്നെ പ്രോസസ്സിങ്ങിനൊന്നും ഒരു തടസ്സവും ഇല്ലാതെ, വാറിന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നിട്ടും എനിക്ക് സേഫ് ആയിട്ട് അയർലൻഡിൽ എത്താൻ പറ്റി. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി. എൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ വചനം പ്രാർത്ഥിച്ച് എൻ്റെ 33rd ഡേ ആയിരുന്നു. കറക്റ്റ് 33 ദിവസം ആയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് അത്രയും വലിയൊരു അനുഗ്രഹം ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് ഒരിക്കലും ഇത് ജയിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഓൾറെഡി എക്സാം ഫിയറും പാനിക്കായി ടൈപ്പാണ്. ബട്ട് എനിക്ക് ആ എക്സാമിന് 1% പോലും എനിക്ക് ടെൻഷനോ പേടിയോ ഇല്ലായിരുന്നു. കാരണം ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് കോൺഫിഡൻസ് ആണ് മെയിൻ ആയിട്ടും. എനിക്ക് നന്നായിട്ട് കോൺഫിഡൻസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും പ്രൊസീജിയർ ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ചെയ്യാനും പറ്റിയായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തിന് ഒരുപാട് നന്ദി. പ്രാർത്ഥന റിക്വസ്റ്റ് ചോദിച്ചപ്പോൾ തന്നെ വചനം പറഞ്ഞു തന്ന ചേച്ചിയോടും ഒരുപാട് താങ്ക്സ്. താങ്ക് യു ജാൻവി. നമുക്ക് ജാൻവിയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്, വചനത്തിൻ്റെ അനുഭവം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജസ് എനിക്ക് വരാറുണ്ട്, അനുഭവങ്ങൾ വരാറുണ്ട്. ഞാൻ 33 days ആണ് കൊടുക്കുന്നത് വചനം ചൊല്ലാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുടെ സാഹചര്യം നോക്കിയിട്ടാണ് ഞാൻ വചനം കൊടുക്കുന്നത്. ചിലർക്കാണെങ്കിൽ രോഗസൗഖ്യത്തിനുള്ള വചനമായിരിക്കും വേണ്ടത്, ചിലർക്ക് സാമ്പത്തിക പ്രശ്നം മാറാനുള്ള വചനമായിരിക്കും വേണ്ടത്, ചിലർക്ക് എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള വചനമായിരിക്കും വേണ്ടത്. അങ്ങനെ ഓരോരുത്തരുടെ സാഹചര്യം എന്താണോ അത് നോക്കിയിട്ടാണ് ഞാൻ വചനം കൊടുക്കുന്നത്. ഇത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. പക്ഷേ ഇതൊരിക്കലും എൻ്റെ കഴിവോ പ്രയത്നമോ ഒന്നും അല്ല കേട്ടോ. വചനത്തിന്റെ ശക്തിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വചനം ഭയങ്കര പവർഫുൾ ആണ്. ദൈവത്തിന്റെ വചനമാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചൊല്ലുന്നത്. 33 തവണ ചൊല്ലാനാണ് ഞാൻ പറയുന്നത്, 33 ദിവസത്തേക്ക്. 33 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്, അത് ഈശോയുടെ പ്രായമാണ്. 33 എന്ന് പറഞ്ഞ നമ്പർ ഭയങ്കര പവർഫുൾ ആണ്. കാരണം 33 തവണ ചൊല്ലുമ്പോൾ നമ്മൾ കർത്താവിനെ കൂടുതലായിട്ട് ഓർക്കുവാണ് ചെയ്യുന്നത്. അത് ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. കൂടുതലും മെയിൽ അയക്കാനേ ഞാൻ പറയത്തുള്ളൂ, കാരണം ഒരു 3 daysനുള്ളിൽ തന്നെ മെയിൽ റിപ്ലൈസ് കൊടുത്ത് തീർക്കാറുണ്ട്. പക്ഷേ വാട്സപ്പിന്റെ കാര്യം അങ്ങനെയല്ല, ഒത്തിരി മെസ്സേജസ് ഉണ്ട്. അത് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് വരാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കുഞ്ഞുവാവയുണ്ട്. അപ്പോൾ അവൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം. വീഡിയോസ് എടുക്കണം, ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളായിട്ട് തിരക്കിലാണ്. അത് മാത്രമല്ല എൻ്റെ പേഴ്സണൽ പ്രയറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് റിപ്ലൈസ് ലേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ഒന്നും വിചാരിക്കരുത്, ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈസ് തന്ന് തീർക്കും. എന്തായാലും റിപ്ലൈസ് ഞാൻ തരും. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക റിപ്ലൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ വീഡിയോസ് മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ മാക്സിമം വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം, ഞാൻ കമന്റ് ബോക്സ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാൻ പ്രചോദനം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാൻ ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.